കൈക്കുഞ്ഞിനെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചവർ പിടിയിലായിരിക്കുകയാണ് കുമ്മനത്ത്. നവജാത ശിശുവിനെയാണ് വിൽക്കാൻ ശ്രമം നടന്നത് കുമ്മനത്ത്. കുഞ്ഞിൻ്റെ അച്ഛനെയും ഇടനിലക്കാരനെയും വാങ്ങാനെത്തിയ ആളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ആദ്യം കുഞ്ഞിനെ രക്ഷിച്ച പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്കാണ്. വാങ്ങാൻ വന്ന ആളും ഇടനിലക്കാരും UP സ്വദേശികളാണെന്നാണ് അറിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ അസം സ്വദേശികളാണ്. അപ്പോൾ കുട്ടിയുടെ മാതാവ് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീയെ, അതായത് കുട്ടിയുടെ മാതാവിനെയും ഇയാൾ വിൽക്കാനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് ആ കുട്ടിയുടെ മാതാവിനുള്ള പേടി. അതാണ് നാട്ടുകാരെ ഇടപെട്ട് പോലീസ് അറിയിച്ച് ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്നിരുന്നു. പോലീസുകാർ വന്ന് അന്വേഷിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കറക്റ്റ് സമയത്ത് വാങ്ങാൻ വന്നവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നലെ എല്ലാവരും പണിക്ക് പോയ സമയത്ത് 2 പേര് വീട്ടിൽ വന്ന് കുട്ടിയെ ആവശ്യപ്പെടുകയും അത് മാതാവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ തിരികെ പോയി. കുട്ടിയുടെ പിതാവിന് ഇന്നലെ രാത്രി തന്നെ 1000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ഇന്ന് പകല് കുട്ടിയെ കടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ വന്നവർ 2 ദിവസമായുള്ള അവർ UP നിന്ന് തിരിച്ചു വന്നിട്ട് അവർ വന്ന് സ്റ്റേ ഇവിടെ ചെയ്യുമായിരുന്നു. ഇന്ന് കുട്ടിയെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണമാണ് അങ്ങനെ ഒരു ഡീല് നടക്കാതെ വന്നത്. ആ ഒരു ജാഗ്രത തന്നെയാണ് ആ ഡീല് പൊളിച്ചത്. കോട്ടയം കുമ്മനത്താണ്, നമ്മുടെ കോട്ടയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ഇരുഭാഗത്തുമുള്ളത് ഇതര സംസ്ഥാനക്കാരാണ്. ഒരു ഭാഗത്ത് അസം സ്വദേശികളും മറുഭാഗത്ത് UP സ്വദേശികളും. ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മയെ കൂടി വിൽക്കാൻ ശ്രമിച്ചു എന്ന ആ സാക്ഷ്യമാണ് നമ്മളെ കൂടുതൽ ഞെട്ടിക്കുന്നതും. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിദിൻ എംദാസ് ചേരുകയാണ്. ബിദിൻ, എന്തായിരുന്നു ഇവരുടെ പ്ലോട്ട്? എന്താണ് സംഭവിച്ചത് കുമ്മനത്ത്? അനുപ്, നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ സംബന്ധിച്ച് ഇതുമായി ചില ഇടപാടുകളൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നിരുന്നു. കാരണം ഈ 2 പക്ഷത്ത് നിൽക്കുന്നതും ഇതര സംസ്ഥാനക്കാരാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ അസം സ്വദേശികളാണ്. ഈ കുട്ടിയെ വാങ്ങാൻ വന്ന ആളും ഇടനിലക്കാരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇവർ തമ്മിൽ നേരിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് ഇടനിലക്കാരൻ വഴിയാണ്. ഈ കുട്ടിയെ വാങ്ങാൻ ഉദ്ദേശിച്ച ഉത്തർപ്രദേശുകാരൻ ഈരാറ്റുപേട്ടയിലാണ് താമസിക്കുന്നത്. ഇയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഇടനിലക്കാരൻ. ഇവർക്ക്, ഈ സഹോദരിമാർക്ക് 2 പേർക്കും 3 പെൺമക്കൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ആൺകുഞ്ഞിനെ വേണം എന്നൊരു ആവശ്യത്തിന്റെ പുറത്താണ് 50,000 രൂപ കൊടുത്ത് ഒരു കുട്ടിയെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോയത്. അങ്ങനെ ഈ അസം സ്വദേശിയായ കുമ്മനത്ത് താമസിക്കുന്ന ഈ ഇതര സംസ്ഥാനക്കാരനെ ബന്ധപ്പെടുകയും അയാൾക്ക് 2.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായ വിവരം അറിയുകയും ആ കുട്ടിയെ വാങ്ങുന്നതിന് വേണ്ടി 1000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഇന്നലെ ബാക്കി പണവും കൊടുത്ത് കുട്ടിയെ തിരിച്ചു കൊണ്ടുപോവുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ കുട്ടിയുടെ അമ്മ ഇതിനെ പൂർണ്ണമായും എതിർത്തു. ഈ കുമ്മനത്ത് ഒരു ലോണ്ടറി ഫാക്ടറിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ അങ്ങനെ ജോലിക്ക് പോകുന്ന ആളൊന്നുമല്ല. മദ്യപിച്ച് നടക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന, കൃത്യമായി പണിക്കൊന്നും പോകാത്ത ആളാണ്. ഇവർ 12 പേരാണ് ഒരു വീടിന്റെ അവിടെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. ഈ വിവരം കുട്ടിയുടെ അമ്മ ബാക്കി ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ തന്നെ അറിയിക്കുകയും അവരാണ് പ്രദേശത്തുള്ള നാട്ടുകാരെ അറിയിക്കുകയും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്ത് പോലീസ് ഇടപെട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ മാത്രമുള്ളത് കൊണ്ട് ഒരു ആൺകുട്ടിയെ വേണം എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ 50,000 രൂപയ്ക്ക് സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊള്ളാൻ പറഞ്ഞ് അങ്ങോട്ടൊരു കച്ചവടം ഉറപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടനിലക്കാരന്റെ പേര് ഡാനിഷ് ഖാൻ എന്നാണ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇത് വാങ്ങാൻ വന്ന ആളുടെ പേര് അർമാൻ എന്നാണ്, അയാളും ഉത്തർപ്രദേശ് സ്വദേശിയാണ്. 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിലവിൽ ഇപ്പോൾ കുമരകം പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ 2.5 വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞ് അമ്മയുടെ കൂടെയാണ് ഉള്ളത്. CWC അടക്കം ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ കുട്ടിയെ പൂർണ്ണമായും സംരക്ഷണ തരത്തിലേക്ക് നടപടിക്രമങ്ങൾ എടുക്കും. ഇവർക്ക് ഒരു മൂത്ത കുട്ടി കൂടിയുണ്ട്. 4.5 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ കൂടി സംരക്ഷണം CWC ഏറ്റെടുക്കുന്നതിനെ പറ്റിയാണ് നിലവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമയോചിതമായ ഒരു ഇടപെടലാണ് കുട്ടി ഇത്തരത്തിലൊരു വിൽപ്പന, അതൊരു വലിയൊരു കുറ്റകൃത്യം നടക്കുന്നതിൽ നിന്നും തടഞ്ഞത്. ഏതായാലും പ്രതികളെ കൃത്യമായി ആ പോലീസിന് അതിവേഗത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞതും നേട്ടമാണ്. അനൂപ്, ബിദിൻ എംദാസ് ആണ് ഈ വിൽപ്പനാശ്രമം സംബന്ധിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നൊരു നേരം ചിന്തിച്ചു പോകും. 50,000 രൂപ ഒരു ചോരക്കുഞ്ഞിന്, 2.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് വില പറയുക. അമ്മയിൽ നിന്നും പൂർണ്ണമായി പിടിച്ചു വാങ്ങി ഒരു അച്ഛൻ.
ആ അച്ഛൻ അത് വിൽക്കാൻ ശ്രമിക്കുക, അതിനായി ആളെ കൊണ്ടുവരിക, അതിൻ്റെ ഇടനിലക്കാരനെ കൊണ്ടുവരിക, എതിർത്ത അമ്മയെ ആക്രമിക്കുക. എന്തായാലും ആ കുഞ്ഞിന് ഒപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ സഹോദരിക്ക്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാര്യം 12 പേർ താമസിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ തന്നെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഇനി നമ്മുടെ ആ നാട്ടിലെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്.